നമസ്കാരം. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. കഴിഞ്ഞ ദിവസം സമാനമായ ഒരു പ്രസ്താവന അദ്ദേഹം ലോക്സഭയിലും നടത്തിയിരുന്നു. ഇന്ന് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയുടെ കാതലായ ഭാഗം ഇങ്ങനെയാണ്. അതായത് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം അത് ഇന്ത്യയെയും ബാധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു വെല്ലുവിളിയാണ് രാജ്യം നേരിടുന്നത്. പക്ഷേ ഇത് പ്രധാനമായും ഈ വെല്ലുവിളി ഇന്ധനവുമായി ബന്ധപ്പെട്ടതാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അതുപോലെ തന്നെ LPG ഇറക്കുമതി. ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രധാനമായും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ നമുക്കിപ്പോൾ ആ രീതിയിൽ വലിയ ആശ്രയം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ LPG അങ്ങനെയല്ല, അത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അതിനെയും നമ്മൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ഇന്ധനത്തിൻ്റെ ശേഖരണമുണ്ട്, സംഭരണമുണ്ട്. അതിൻ്റെ കണക്കും അദ്ദേഹം പറയുന്നുണ്ട്. 53 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ സംഭരിച്ചു വച്ചിട്ടുണ്ട്. മാത്രമല്ല LPGയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിഫൈനറികളുടെ എല്ലാം റിഫൈനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം രാജ്യത്തിന് ഊർജ്ജ സംരക്ഷണം നൽകുന്നതാണ്. പക്ഷേ ഇതെല്ലാം താൽക്കാലികമാണ്. ഇത് സ്ഥിരമായി സംഘർഷം നീണ്ടു നിന്നാൽ, ഇപ്പോൾ നടക്കുന്ന സംഘർഷം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുപോയാൽ, യുക്രൈനും അതുപോലെ തന്നെ റഷ്യയിൽ തമ്മിൽ നടക്കുന്ന സംഘർഷം പോലെ ഇത് നീണ്ടുപോയാൽ അത് തീർച്ചയായും രാജ്യത്തെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ തേടണം. കോവിഡ് കാലത്ത് നമ്മൾ കൃത്യമായി തന്നെ അതിനൊരു മാതൃക സൃഷ്ടിച്ചിരുന്നു. ആ മാതൃകയിൽ തന്നെ സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും യോജിച്ച് ടീം ഇന്ത്യ എന്ന രീതിയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആഭ്യന്തര ഉൽപ്പാദനം LPGയുടെ കൂട്ടിയതിന് പുറമെ LPGയുടെ ഇറക്കുമതിയിലും വലിയ രീതിയിൽ വൈവിധ്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അമേരിക്കൻ കപ്പൽ ഉൾപ്പെടെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന രാജ്യത്തിന് ആത്മവിശ്വാസം പകരുന്നതാണ്. പക്ഷേ പ്രതിസന്ധി ഒഴിവായിട്ടില്ല. അവിടെ തീർച്ചയായും രാജ്യം കൃത്യമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ, വെല്ലുവിളി നേരിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ആ വെല്ലുവിളികൾ നേരിടാൻ കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാരുകൾ കൂടി അതിനൊത്തുയരണം. കരിഞ്ചന്ത അടക്കമുള്ള കാര്യങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടിയെടുക്കണം എന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജ്യം സുസജ്ജമാണ് എന്നൊരു സന്ദേശമാണ്, കുറെ കൂടി ആത്മവിശ്വാസം ഉണർത്തുന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ നടത്തിയത്. മാത്രമല്ല അവിടെ ഒരു വെല്ലുവിളി അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ കൃത്യമായി ഒറ്റക്കെട്ടായി ഐക്യം കൊണ്ട് നേരിടണം എന്ന ഒരു സന്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട്. അതിനപ്പുറം രാജ്യത്തിൻ്റെ ഈ വെല്ലുവിളി, ഈ സുരക്ഷാ വെല്ലുവിളി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നുണ്ട്. ആ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായി ഇന്നിപ്പോൾ ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. ആ യോഗം എന്ന് പറയുന്നത് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേനാ തലവന്മാർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ അധ്യക്ഷത വഹിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ്. നമ്മുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ACM AP സിംഗ് പങ്കെടുക്കുന്നുണ്ട്. ഉപേന്ദ്ര ദ്വിവേദി, ദിനേശ് K ത്രിപാഠി തുടങ്ങിയ മുതിർന്ന സേനാ ഉദ്യോഗസ്ഥർ, സേനാ തലവന്മാർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DRDOയുടെ ചെയർമാൻ സമീർ കാമത്തും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഉന്നതതല സുരക്ഷാ യോഗം വിളിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ സൈനികമായി ഈ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഇറങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ യോഗം നൽകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് പ്രസ്താവന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടത്തി. നാളെ ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.